പ്രേമൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിച്ച ഭർത്താവ് ഉണ്ടല്ലോ, ഓൻ എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട് ഗൈസേ. ഓൻ എന്താ പറഞ്ഞേ, അത് അതുപോലെ നടക്കും ഗൈസേ. അച്ചട്ടോ, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും എൻ്റെ കാര്യത്തിൽ മാത്രമാണ് നടക്കാറുള്ളത് എന്ന്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയി പറയൂ, വൈശു ഞാൻ അങ്ങനെ ചെയ്യാൻ പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവൻ പറയൂ, ലച്ചു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മൈൻഡ് ആക്കലില്ല, കാരണം എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ. ഞാനും ആലോചിച്ചിട്ടും കണ്ടിട്ടൊക്കെ അല്ലേ ഒരു കാര്യം ചെയ്യാൻ നോക്കുക. ഞാൻ എന്നിട്ട് അതുപോലെ ചെയ്യൂ. പക്ഷേ ഓൻ എന്താ പറഞ്ഞ് അതുപോലെ നടക്കും പണ്ടാരടങ്ങാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ഹൗ ഇതെങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോ ഇവന് വല്ല ജ്യോതിഷ കഴിവുണ്ടോ, എന്നിട്ട് ഇവനിങ്ങനെ ആലോചിച്ചിട്ട് അവനിങ്ങനെ അവന്റെ ബുദ്ധിയിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന മാതിരി ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ഓൻ എനിക്ക് പറഞ്ഞു തരാണോ, അത് ഓൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സ് അത് കേട്ടിട്ട് അതുപോലെ നടത്തി കൊടുക്കാണോ, എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിനൊരു എക്സാമ്പിൾ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഇഷ്ടംപോലെ എക്സാമ്പിൾ ആണ്. വർഷങ്ങളായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നൂ എന്നിട്ട് നീ പഠിച്ചിട്ടില്ലേന്ന്. ലൈക്ക് അതെങ്ങനെ ഞാൻ പഠിക്കുക? അപ്പൊ എന്റെ ബുദ്ധി എന്താണ്? എന്റെ ബ്രെയിൻ എന്നോട് പറയുന്ന കാര്യം ഞാനല്ലാണ്ട് വേറെ ആരെ കേൾക്കുക? ഐ ലവ് മൈ ബ്രെയിൻ. അതൊന്നല്ല എനിക്ക് സഹിക്കാൻ പറ്റാത്തിട്ടോ. പറഞ്ഞ സാധനം അതേപോലെ തന്നെ നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഒരു ഇരുത്തോനിങ്ങനെ നോക്കി നിൽക്കലുണ്ട്. ആ ഒരു നോട്ടുണ്ടല്ലോ, അത് അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ആ സമയത്ത് എനിക്കിങ്ങനെ അവനോട് ഇടിച്ച് 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 ശരിയാക്കാൻ തോന്നും. പക്ഷെ ഒന്നും ചെയ്യലില്ല. കാരണം എന്താ, എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഭൂമി ഇടിഞ്ഞ് വീഴുന്നു പറഞ്ഞാലും ഞാൻ എൻ്റെ ബ്രെയിൻ പറയണതേ കേൾക്കുള്ളൂ.